Hi, good morning to all. Today I focused on the same topic, reported speech. If the reported verb in the past tense, the tense of the reported speech changes as the follows. If the reported verb in the past tense, the tense of the reported speech changes as the follows. First one, simple present changes into simple past. Simple present tense changes into simple past. For example, Ravi's father said to Uma, I hate to call Ravi in the morning. Ravi's father said to Uma, I hate to call Ravi in the morning. ഇതിൽ ഐ ഹേറ്റ് ടു കോൾ രവി ഇൻ ദ മോർണിംഗ് എന്നുള്ളത് നമുക്കറിയാം. ഒരാൾ പറഞ്ഞതാകുമ്പോൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് എഴുതുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം അല്ലേ. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് രവീസ് ഫാദർ ടോൾഡ് ഉമ ദാറ്റ്. ഇത് ഐ ഹേറ്റ് ടു കോൾ രവി ഇൻ ദ മോർണിംഗ് എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. ഐ എന്താവും? ഹി ആവും. ഹി ഹേറ്റഡ് ടു കോൾ രവി ഇൻ ദ മോർണിംഗ്. Ravi's father told Uma that he hated to call Ravi in the morning. അങ്ങനെ ഓരോന്നും മാറും. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താവും? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. നെക്സ്റ്റ് വൺ, പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. ഫോർ എക്സാമ്പിൾ, മേരി സെറ്റ് ഐ ആം ഗോയിങ് ടു ഡൽഹി ടുമോറോ. ഐ ആം ഗോയിങ് ടു ഡൽഹി ടുമോറോ. അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് മേരി ടോൾഡ് ദാറ്റ് she was going to Delhi the next week. I am എന്നുള്ളത് എന്തായി? ഷീ ആകുമ്പോൾ വാസ് വെക്കണം. അവിടെ ദേ ആണെങ്കിൽ ദേ ആർ എന്ന് പറയും. ഷീ വാസ് ഗോയിങ് ടു ഡൽഹി ദ നെക്സ്റ്റ് ഡേ. വൺസ് അഗെയിൻ മേരി സെഡ് ഐ ആം ഗോയിങ് ടു ഡൽഹി ടുമോറോ. ഇവിടെ ഐ ആം എന്നുള്ളത് എന്താവും? ഷീ, അവൾ പോകുന്നുണ്ടെന്നാകുമ്പോൾ ഷീ വാസ് ഗോയിങ് ടു ഡൽഹി ടുമോറോ. ഓക്കെ. നെക്സ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ഇൻ ടു past perfect. For example, Uma said to Sheila, I have bought a new car. I have bought a new car. I have plus V3 ആവുമ്പോൾ നമുക്കറിയാം അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ് എന്ന്. അപ്പം അതിനെ മാറ്റുമ്പം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഉമ ടോൾഡ് ഷീല ഷീ ഹാഡ് bought a new car. She had bought a new car. Okay. Next, present perfect continuous changes into past perfect continuous. Present perfect continuous changes into past perfect continuous. For example, Uma said to Sheila, I have been waiting for you for 1 hour. I have been waiting for you for 1 hour. Indirect speech, Uma told Sheila that she had been waiting for her for 1 hour. She had been waiting for her for 1 hour. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്താണ്? ഏതാണ് ടെൻസ് ഫോം എന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തത് സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് അധികം ചോദിക്കാറുണ്ട് ഈ സംഭവം. സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഫോർ എക്സാമ്പിൾ, ജോൺ ഐ മെറ്റ് ഉമ യെസ്റ്റർഡേ. ഗോപി സെറ്റ് ജോൺ ഐ മെറ്റ് ഉമ യെസ്റ്റർഡേ ഗോപി സെറ്റ്. അപ്പോൾ ഗോപി പറയണ ഞാൻ ഇന്നലെ ഉമനെ കണ്ടു. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഗോപു ഇൻഫോംഡ് ജോൺ. അവിടെ സെഡനായിട്ടും കുറച്ചുകൂടെ ആപ്റ്റ് ഇൻഫോം ആണ് അല്ലേ, അറിയിച്ചു. ഗോപു ഇൻഫോംഡ് ജോൺ ദാറ്റ് ഈ ഹാഡ് മെറ്റ് ഉമ ദ പ്രീവിയസ് ഡേ. ഈ ഹാഡ് മെറ്റായി, ഇത് മെറ്റായിരുന്നു, അത് ഈ ഹാഡ് മെറ്റ് ഉമ ദ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ പ്രീവിയസ് ഡേ ആവും. ഓക്കെ. ഗോപു ഇൻഫോംഡ് ദാറ്റ് ജോൺ ദാറ്റ് ഈ ഹാഡ് മെറ്റ് ഉമ ദ പ്രീവിയസ് ഡേ. Next, past continuous changes into past perfect continuous. Simple past എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഫോർ എക്സാമ്പിൾ, ദ പീപ്പിൾ സെറ്റ് വി were coming from school. We were coming from school. Indirect speech, the pupil said that they
ഹാഡ് ബീൻ കമ്മിങ് ഫ്രം സ്കൂൾ. ഇവിടെ എന്തായിരുന്നു? വേറെ ആയിരുന്നു. അതെന്തായി? ഹാഡ് ബീൻ കമ്മിങ് ഫ്രം സ്കൂളായി മാറി. ഓക്കെ. ഫ്യൂച്ചർ ടെൻസ് ചേഞ്ചസ് ഇൻ ടു കണ്ടീഷണൽസ് എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ, രവി സെഡ് ടു രാമൻ, ഐ ഷാൽ ടേക്ക് ദിസ് പെൻ. രവി സെഡ് ടു രാമൻ, ഐ ഷാൽ ടേക്ക് ദിസ് പെൻ. അതെന്താവും? രവി ടോൾഡ് രാമൻ ദാറ്റ് ഹി വുഡ് ടേക്ക് ദാറ്റ് പെൻ. വില്ലെന്താ? ഷാൾ അല്ലെങ്കിൽ വില്ല് വുഡാവും, ഷാൾ ഷുഡാവും. ഹി ആയപ്പം വുഡ് ടേക്ക് ദാറ്റ് പെൻ. ഐ ഷാൽ ടേക്ക് ദിസ് പെൻ എന്നുള്ളത് എന്താവും? ഹി വുഡ് ടേക്ക് ദാറ്റ് പെൻ. ഓക്കെ. ഇതാണ് നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ 4 പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താവും? നേരെ പാസ്റ്റിലേക്ക് മാറും. പിന്നെ സിമ്പിൾ പാസ്റ്റ് മറക്കരുത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഫ്യൂച്ചർ എന്താവും? കണ്ടീഷണൽസ് ആയിട്ട് മാറും. ഓക്കെ. പിന്നെ ഡിക്ലറേറ്റീവ് അസർട്ടീവ് സെന്റൻസിൽ നമ്മൾ ദാറ്റ് ആണ് കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കുക അല്ലേ? അറിയില്ല. പിന്നെ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിൽ നമ്മൾ ദ ക്വസ്റ്റ്യൻ ഈസ് ചേഞ്ചസ് ഇൻ ടു സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ വേർബ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ സബ്ജക്റ്റ്. അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ സ്പീച്ചിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ if the direct speech contain a WH type question, the same question word is used as the linking word. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ WH ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാലോ, ഹൂ, ഹൂസ്, വാട്ട്, വൈ, ഈ സംഭവം. ഈ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ യു ഡൂയിങ്? ജോൺ ആസ്ക്ഡ് രവി. വാട്ട് ആർ യു ഡൂയിങ്? ജോൺ ആസ്ക്ഡ് രവി. WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ ജോൺ ആസ്ക്ഡ് രവി, നമ്മൾ ദാറ്റിന് പകരം എന്താക്കും? വാട്ട് തന്നെ വെക്കുക. ഓക്കെ. വാട്ട്, ഇവിടെ ആർ യു ഡൂയിങ് എന്നാണ്. അപ്പൊ ഇതെന്താണ്? ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. എന്താക്കണം? ഇവിടെ ജോൺ ആസ്ക് രവിനോട്, അപ്പൊ ഹി ആവും, രവി ആവുമ്പോ ഹി ആണ്. അപ്പം ഹി വാസ് ഡൂയിങ്. ജോൺ ആസ്ക് രവി വാട്ട് ഹി വാസ് ഡൂയിങ്. ഇത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ടെൻസ് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താക്കുക? ആ WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുക. പിന്നെ ടെൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റുക. ഇവിടെ വാട്ട് ആർ യു ഡൂയിങ്? ജോൺ ആസ്ക് രവി എന്നാണ്. അവിടെ വാട്ട് ആർ യു ഡൂയിങ് നമുക്ക് അറിയാൻ പറ്റുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്, അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ജോൺ ആസ്ക് രവി വാട്ട് ഹി വാസ് ഡൂയിങ്. ഓക്കെ. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ ഡിഡ് യു റിട്ടേൺ ഫ്രം ദി ഓഫീസ്? ആസ്ക്ഡ് ലീല ടു ഹർ ഫാദർ. When did you return from the office? Asked Leela to her father. Leela asked to her father when. Connecting word one തന്നെയാണ്. ഇത് നമുക്കറിയാം did you return ആണ്. അപ്പോൾ ഏതാവും ടെൻസ്? ഹി പ്രസന്റ് പാസ്റ്റ് ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ എന്താവും? ഹി ഹാഡ് റിട്ടേൺ from the office. He had returned from the office. He had returned from the office എന്നായിട്ട് മാറും അല്ലേ? Leela asked to her father when he had returned from the office. ഓക്കെ. അതാണ് WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ആ WH ക്വസ്റ്റ്യൻ തന്നെ വരും. ഇനി yes or no ക്വസ്റ്റ്യൻസ് ആവുമ്പം if the direct speech contain yes or no type questions, if whether is used as the linking word. WH ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ WH വേർഡ് തന്നെയാണ് ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുക. പക്ഷേ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇ ഫോർ വെദർ, WHETHER, ഇ ഫോർ വെദർ ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ജോൺ ഹാവ് യു ഫിനിഷ് ദ റൈറ്റിംഗ്? ആസ്ക്ഡ് ദ ടീച്ചർ. ജോൺ ഹാവ് യു ഫിനിഷ് ദ റൈറ്റിംഗ്? ആസ്ക്ഡ് ദ ടീച്ചർ. അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ടീച്ചർ ആസ്ക്ഡ് ജോൺ. ലിങ്കിങ് വേർഡ് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പം വെദർ ആസ്ക്ഡ് എന്താണ് ചോദിച്ചത്? ഹാവ് യു ഫിനിഷ് ദ വർക്ക് എന്നാണ്. അപ്പോൾ അതെന്താണ് ടെൻസ്? ഇവിടെ എന്താവും? പെർഫെക്റ്റ് ആണല്ലേ? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ടീച്ചർ ആസ്ക്ഡ് ജോൺ വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് ദ റൈറ്റിംഗ്. ഹി ഹാഡ് ഫിനിഷ്ഡ് ദ റൈറ്റിംഗ്. വേറെ എക്സാമ്പിൾ,
Can you help me please? The man asked the policeman. Can you help me please? The man asked the policeman. The man requested the policeman whether he could help me. Whether he can and could down. He could help me. ഇതാണ് yes or no ക്വസ്റ്റ്യൻസിന് വരിക. ഇനി ഇമ്പാരറ്റീവ് സെന്റൻസ്. അതിൽ നമുക്കറിയാം ഇമ്പാരറ്റീവ് സെന്റൻസ് ആകുമ്പോൾ എന്താവും? ഓർഡേഡ്, അഡ്വൈസ്ഡ് എന്നൊക്കെ വരും. ടോൾഡ് അല്ലേ? ഓർഡേഡ്, അഡ്വൈസ്ഡ്, ബഗ്ഡ്, ടോൾഡ് എന്നൊക്കെയാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് വരിക. The reported speech in the tense of the verb changed into the infinitive. Base root formiലേക്ക് മാറും. Reported speech, the reported speech, the tense of the verb changes into the infinitive. For example, the captain said to his men, go ahead. The captain said to his men, go ahead. The captain ordered his men to go ahead. അതാണ് ഇൻഫിനിറ്റീവ്. ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ടു എന്നുള്ള വേർഡ് ഉപയോഗിച്ചാൽ പിന്നെ ബേസ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇമ്പാരറ്റീവ് സെന്റൻസ്, കമാൻഡ്, റിക്വസ്റ്റ് എന്നുള്ള ആ സെന്റൻസ് വരുമ്പോൾ എന്താവണം? ദ റിപ്പോർട്ടഡ് സ്പീച്ച്, ദ ടെൻസ് ഓഫ് ദി വെർബ് ചേഞ്ചസ് ഇൻ ടു ദ ഇൻഫിനിറ്റീവ്. മറക്കരുത്. ഇൻഫിനിറ്റീവ് മീൻസ് ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോമിലേക്ക് V1 മാറ്റണം. ഇത്ര ഓർത്താൽ മതി. ടു എന്നുള്ള വേർഡിന് ശേഷം ബേസ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, Please give me something to eat, said the man to the lady. Please give me something to eat, said the man to the lady. The man begged the lady. എന്നിട്ട് എന്ത് ചെയ്യുക? To please give me something to eat. To please give something to eat. The man begged the lady to please give him something to eat. ഇനി എക്സ്പ്ലനേഷൻ സെന്റൻസിൽ എന്താണ്? അതിൽ എക്സ്പ്ലനേഷൻ മാർക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദ ടീച്ചർ സെഡ് വാട്ട് എ ക്ലവർ ബോയ് രാമു ഈസ്. ദ ടീച്ചർ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഹി വാസ് എ ക്ലവർ ബോയ്. കാരണം ഇവിടെ എന്താണ്? ബോയ് ഈസ് എന്നാണ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പം എന്താണ്? പ്രസന്റ് പാസ്റ്റിലേക്ക് മാറ്റണം. ദ ടീച്ചർ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഹി വാസ് എ ക്ലവർ ബോയ്. For example, how beautiful these pictures are, said Mahesh. Mahesh exclaimed that those pictures were very beautiful. were very beautiful. അപ്പം ഇത്രയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ഓരോ ടെൻസും ആദ്യം എന്താ അറിയാം? ടെൻസ് നല്ല വൃത്തിക്ക് പഠിക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ റൂൾസ് ഒന്ന് പഠിച്ചു വെക്കുക, ഏതൊക്കെ ടെൻസ് ഏതിലേക്കാണ് എന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ WH ക്വസ്റ്റ്യൻ തന്നെയാണ് ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുക. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഈ ഫോർ വെദർ ആണ് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ആ ഇൻഫിനിറ്റീവിൻ്റെ കാര്യം, അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. അപ്പം എന്തായിരുന്നു? ഇൻഫിനിറ്റീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഇമ്പാരറ്റീവ് സെൻറ്റൻസിൽ എന്താണ്? അതിൽ ആഫ്റ്റർ വെർബ് ചേഞ്ചസ് ഇൻ ടു ദി ഇൻഫിനിറ്റീവ്. അത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഇതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് വളരെയധികം ചോദിക്കുന്ന ഒരു സംഭവമാണ്. നല്ലോണം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ ആക്റ്റീവ് പാസീവിൻ്റെ പോലെ കുറേ പഠിക്കാനൊന്നുമില്ല. ടെൻസ് കറക്റ്റ് അറിയണം, എന്നിട്ട് അത് മാറ്റാൻ പറഞ്ഞാൽ no problem. Okay, thank you.